ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ നമ്മുടെ സരിയുനെയും കൂട്ടിക്കൊണ്ട് ഷാരിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. ഷാരി കണ്ണു തുറന്നിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഷാരിയുടെ അടുത്ത് കിരൺ ചോദിക്കേണ്ട, ആന്റി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. വേദന ഉണ്ട് മോനെ, പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ വേദന നന്നായിട്ട് കുറയും എന്ന് പറയാണ്. അത് കേൾക്കണ കിരൺ പറയണ്ട്, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്ത് സംസാരിച്ചിരിക്കെ, പിന്നെ ആന്റി വിഷമിക്കൊന്നും വരട്ടോ. അന്ന് വീട്ടിൽ വന്ന് ആന്റീനെ കുത്തി ആരാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ കൊലയാളിയെ കയ്യിൽ കിട്ടുമായിരിക്കും. ചിലപ്പോ അവന് മാത്രമല്ല, അവന്റെ കൂടെ ഉള്ളവരുണ്ടാകും. എല്ലാവരെയും കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട തക്ക ശിക്ഷ പിന്നെ ഞങ്ങൾ കൊടുത്തോളാം. ശരി സരിയോ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ എന്നാ പുറത്തു ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് പോകുവാണ്. അതിനുശേഷം സരിയു വേഗം തന്നെ ഷാരിയുടെ അടുത്തേക്ക് വരുവാട്ടോ. സരിയു ഷാരി പറയണ്ട, മോളെ അവർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇതുവരെ സംശയമൊന്നുമില്ല. പിന്നെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഞാനൊരാളെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയാ മോളെ? വേറെ ആരുമല്ല, എന്റെ പെറ്റമ്മ ആയ താരയോട്. അതിന് താര അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് ചോദിക്കുമ്പോ, ചെയ്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ മകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താര അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. താരക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ഒരുപാട് വർഷത്തിന് ശേഷമാണ് അവർക്ക് നിന്നെ കിട്ടിയത്. പക്ഷെ നീ എന്ന് പറഞ്ഞ മകള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടതാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ നിന്നെ സത്യം പറഞ്ഞാലേ നിന്റെ വളർത്തമ്മയാണ്, പെറ്റമ്മ പോലും അല്ല. പക്ഷെ നിന്റെ സന്തോഷം അത് മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. അതേ വേണ്ട ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോ സരിയ പറയണ്ട, അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണത്. ഞാനിപ്പോ എന്റെ പെറ്റമ്മയടുത്ത് ഈ ആവശ്യം കണ്ടിട്ടുണ്ട്. അവരിത് കേട്ടില്ലെങ്കിൽ എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പെറ്റമ്മയില്ല. എന്നെയോ എന്റെ മോളെയോ കാണാൻ പാടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. എനിക്ക് ഒരു അമ്മ മതി, അവര് വേണ്ട എന്ന് സരിയു ഷാരി എടുത്ത് പറയാണ്. അപ്പൊ ഷാരി പറയണ്ട, എന്തൊക്കെ ചെയ്താലും സൂക്ഷിക്കണം മോളെ എന്ന് പറയാണ്. അതെനിക്ക് അറിയാമേ എന്നിങ്ങനെ പറയുന്നുണ്ട് സരിയു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി കേട്ടോ. കല്യാണി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് താര ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കിരൺ വരുവാട്ടോ. കിരൺ വരുമ്പോ തന്നെ കല്യാണി ചോദിക്കുന്നുണ്ട്, കിരണേട്ടൻ എത്തിയോ? എങ്ങനെയുണ്ട് ഇപ്പൊ ഷാരി ആന്റിക്ക്? വലിയ കുഴപ്പമില്ല, പിന്നെ നല്ല പെയിൻ ഉണ്ട്, മരുന്ന് കഴിക്കുമ്പോഴാണ് കുറച്ച് കുറവുള്ളത്. എനിക്ക് താരാന്റെ വീണ്ടും മെസ്സേജ് അയച്ചിരുന്നു, മോളെ സൂക്ഷിക്കണോന്ന് പറഞ്ഞിട്ട്. നമുക്ക് താരാന്റെ അടുത്ത് ഒന്ന് പോയി കണ്ടാലോ കല്യാണി? ഒന്ന് പോയി സംസാരിച്ചാലോ? ഞാൻ ഇതിനെക്കുറിച്ച് സരിയുവിനോട് കുറച്ചു മുമ്പ് ചോദിച്ചോളൂ. അവൾക്ക് സത്യം പറഞ്ഞാൽ താരാന്റെ വിഷമിക്കുന്നതിന്റെ കാരണമൊന്നും അറിയില്ല. ഇനി താരാന്റിക്ക് വേറെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ചികിത്സ തേടണമല്ലോ. കിരണേട്ടൻ ഉദ്ദേശിക്കുന്നത് വിഷാദ രോഗം വലുതുമാണോ? അതെ, അങ്ങനത്തെ എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നോക്കണ്ടേ കല്യാണി എന്ന് ചോദിക്കുകയാണ്. പക്ഷെ താരാന്റെ പോലത്തെ ഒരാൾക്ക് വിഷാദ രോഗമൊക്കെ വരുമോ കിരണേട്ട? കാരണം എത്രയോ വർഷം ഒറ്റയ്ക്ക് ജീവിച്ചതാണ് താരാന്റെ. അത് മാത്രല്ല സരയു മകളാണെന്ന് പറഞ്ഞപ്പോഴും സരയുവിന്റെ അടുത്തേക്ക് പോകാൻ കൊതിച്ച താരാന്റെ ഒരുപാട് സരയു തടഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ആന്റിക്ക് ഇങ്ങനത്തെ അസുഖം വന്നിട്ടില്ല. അപ്പൊ മോളും കൊച്ചുമകളൊക്കെ എല്ലാവരും അടുത്തുള്ളപ്പോ ഇങ്ങനത്തെ അസുഖം വരേണ്ട കാര്യമുണ്ടോ? അത് കേൾക്കുന്ന കിരൺ പറയണ്ട്, കല്യാണി അസുഖം വരാൻ കാരണമൊന്നും വേണ്ട. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് അവിടെയും വരെ പോവാം, എന്നിട്ട് ആന്റി അടുത്തൊന്ന് സംസാരിക്കാം. ചിലപ്പോ ആന്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാലോ? ശരി കിരണേട്ടാ, എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും കൂടി നേരെ താരയുടെ അടുത്തേക്ക് പോവാട്ടോ. താര വാതിൽ തുറക്കുമ്പോ കിരണിനെ കാണാണ്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. കിരണും കല്യാണിയും കൂടിയിട്ട് താരയുടെ അടുത്ത് സംസാരിക്കുകയാണ്. കല്യാണി ചോദിക്കണ്ട്, എന്തിനാ ആന്റി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കണത്? സൂക്ഷിക്കണോന്ന് പറഞ്ഞിട്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്ന കിരൺ ചോദിക്കണ്ട, അതെ ആന്റി ഇടയ്ക്കിടയ്ക്ക് കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്താ ആന്റി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ താര പറയുന്നുണ്ട്, കല്യാണിക്ക് അപകടം പറ്റുന്ന പോലെ സ്വപ്നം 2 പ്രാവശ്യം കണ്ടിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കല്യാണി ചോദിക്കണ്ടോ, ഓഹോ അപ്പൊ എനിക്ക് അപകടം പറ്റുന്ന പോലത്തെ സ്വപ്നം കണ്ടാണോ ആന്റി ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? അതെ എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി താരിനൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയണ്ട്, അത് മാത്രമാണോ ആന്റിക്ക് വിഷമമായിട്ടുള്ളത്, അതോ വേറെന്തെങ്കിലും വിഷമമുണ്ടോ? ആന്റി എന്തിനാ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്? സരിയോ ഓഫീസിൽ പോയിക്കുമ്പോ ആന്റി ഇവിടെ ഒറ്റയ്ക്കല്ലേ? ആന്റിക്ക് അവിടെ വന്ന് നിന്നൂടെ, എന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടില് എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഇവിടെ നിന്നോളാം, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയാണ്. വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ ആന്റി എന്ന് കിരൺ ചോദിക്കുമ്പോ അതെ ഉറപ്പാണ് എന്ന് താര പറയാണ്. ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളോട് തുറന്നു പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ശരി ആന്റി പറഞ്ഞത് വിശ്വസിച്ച് പോകാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, വേറൊരു കാര്യവും ഇല്ലല്ലോ. എന്നാ കല്യാണി നമുക്കൊന്ന് പോയാലോ? ശരി കിരണേട്ടാ എന്ന് പറയാണ്. അങ്ങനെ കിരണം കഴിഞ്ഞ കൂടി താഴെ എടുത്തുനിന്ന് പോകാൻ പോകുമ്പോഴേക്കും അവര് പുറകിലേക്ക് ഒരു താരനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. താര എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ച് വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കാട്ടോ. കിരണും കല്യാണി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിലെത്തുമ്പോ കിരണിനെയും കല്യാണിയുടെ അടുത്തേക്ക് കാർത്തികയുണ്ട്, പിന്നെ നമ്മുടെ രതീഷ് ഉണ്ട്, കാദംബരി ഉണ്ട്. ഇവര് 3 പേരെടുത്തും നമ്മുടെ കല്യാണിയും കിരണം നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. താരാന്റെ അടുത്ത് പോയിരുന്നു, താരാന്റെ ആകെ വിഷമത്തിലാണ് എന്നുള്ള കഥകളൊക്കെ പറയാട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കണ രതീഷ് പറയണ്ട്,
താരാന്റെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് ആ സരയുവാണ്. രതീഷേട്ടൻ എപ്പോഴും എന്തിനാ സരയുവിനെ കുറ്റം പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, അതെ കുറ്റം പറയുന്നല്ല കല്യാണി, ചില സമയത്ത് ആലോചിക്കുമ്പോ അങ്ങനെ ഡൗട്ടൊക്കെ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ നീ തറവാട്ടിൽ പോയ സമയത്ത് ആരാണ് വാതിൽ തുറന്നു കൊടുത്തത് കൊലയാളിക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട്, അത് വേറെ ആര്, അവര് ആ സരയുവിന്റെ വളർത്തമ്മ എന്ന് പറയാണ്. ഇത് ഞങ്ങൾ കിരൺ പറഞ്ഞു, രതീഷ് ഇങ്ങനൊന്നും പറയല്ലേ, ആരെന്തൊക്കെ പറഞ്ഞാലും സരയുവിനെ അതുപോലെ തന്നെ ഷാരിയനെ ഞങ്ങൾ ആരും സംശയിക്കില്ല, സരയു ആകെ മാറി. അപ്പോ രതീഷ് പറയുന്നുണ്ട്, മനോഹർ മാറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം, മനോഹറിന്റെ മാറ്റം നല്ല മാറ്റമാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ അല്ല, സരയൂര് എന്തൊക്കെയൊക്കെയോ ഉടായ്പുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കല്യാണി വർക്ക് സൈറ്റിൽ പോകുന്ന സമയത്ത് തന്നെ അവളും കറക്റ്റ് ആയിട്ട് അവിടെ എങ്ങനെയാ എത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നത് കിരൺ പറയുന്നുണ്ട്, അയ്യോ രതീഷ് അത് ഞങ്ങൾ പറഞ്ഞില്ലേ, ആ ഒരു ബിൽഡിംഗ് ശരിക്കും പറഞ്ഞ വർക്ക് ചെയ്തതൊക്കെ തന്നെ സരയുവാണ്. അപ്പൊ അതിന്റെ ഇന്റീരിയർ വർക്ക് കല്യാണി ചെയ്യാൻ പോകുമ്പോൾ അവൾക്ക് അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ, കാരണം ഇന്റീരിയറും കൂടി നന്നായാലല്ലേ ആ ബിൽഡിംഗ് നന്നാവുള്ളൂ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവൾക്കല്ലേ കിട്ടുള്ളൂ, അത് ഉദ്ദേശിച്ചിട്ട് മാത്രമായിരിക്കും അവൾ അവിടേക്ക് വന്നിട്ടുണ്ടാവുക. അത് കേൾക്കുന്ന രതീഷ് പറയുന്നുണ്ട്, എനിക്കെന്തോ ഇത് നല്ലതായിട്ടൊന്നും തോന്നണില്ല, സരയൂർ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അത് ഉറപ്പാണ്. ചിലപ്പോ അവൾക്ക് ശത്രുത, അവളുടെ അച്ഛനെ അത് കൊത്തുന്നത് നമ്മളാണെന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു ശത്രുതയായിരിക്കും അവൾക്ക് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ മരിച്ച അവൾക്ക് ഒരു വിഷമവുമില്ല, അവൾക്ക് മാത്രമല്ല ഷാരി ആന്റിക്കും ഒട്ടും വിഷമമില്ല. അപ്പൊ വേറെന്തോ കാരണമുണ്ട്, അവളെ താരാനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, അതാണ് താരാനിക്ക് ഇത്ര വിഷമം. താരാനിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടാവുമായിരിക്കും, അത് താരാന് ചെയ്യാതിരിക്കുമ്പോഴേക്കും അവൾ ഉപദ്രവിക്കുന്നുണ്ടാവും ഉറപ്പാണ് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട്, രതീഷേട്ടാ അതെ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല, അങ്ങനെ നടക്കുന്ന കാര്യവും അല്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, നിങ്ങളെ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും, അതാണ് കുഴപ്പം. പക്ഷെ അവളുടെ മാറ്റം നല്ല മാറ്റമല്ല കല്യാണി, അത് ഞാൻ ഇപ്പോഴും തുറന്നു പറയാണ്. എന്തായാലും സരയുവിനെ സംശയിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറയാണ് കിരണ്. എന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക കല്യാണി എടുത്ത് പറയണ്ട, മോളെ നീ എന്തായാലും സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയണ്ട, എന്താ ചേച്ചി ചോദിക്കുമ്പോ, അല്ല നിന്നെ അന്വേഷിച്ചിട്ടാണല്ലോ കൊലയാളി പുറകില് ആ വീടിന്റെ പുറകുവാതിലൂടെ വന്നിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി പോയപ്പോഴല്ലോ ഷാരിയാന്റിക്ക് കുത്തു കിട്ടിയത്, അതുകൊണ്ടാ പറഞ്ഞത് നീ സൂക്ഷിക്കണോന്ന് എന്നിങ്ങനെ പറയാണ്. മാത്രല്ല കുറച്ചു നാളത്തേക്ക് സരിയുമായിട്ട് പുറത്തൊന്നും പോക്ക് വേണ്ട മോളെ എന്നും കാർത്തിക പറയുന്നുണ്ട്. അത് കല്യാണി കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കപ്പ് നല്ല ചൂട് ചായയായിട്ട് താര വരുവാട്ടോ. താര ചായ കൊടുക്കുമ്പോ സരയു അത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം ആ ചായ താരയുടെ മുഖത്തേക്ക് ഇടുവാട്ടോ. താര മുഖമൊക്കെ പൊള്ളിട്ട് ആകെ വിഷമിക്കുകയാണ്. താര എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ, അവളെ കൊല്ലാൻ പറ്റുമോ, ആ കല്യാണിനെ കൊല്ലാൻ പറ്റുമോന്ന്? നിങ്ങൾ അവൾക്ക് വലിയ വിശ്വാസമാണ്, നിങ്ങൾ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം, എന്നിട്ട് ജ്യൂസോ ചായ കൊടുക്കുമ്പോൾ ഞാനൊരു പൊടി തരാം, ചെറിയൊരു പൊടി, സ്മെല്ലോ മണോ രുചിയോ വ്യത്യാസം ഒന്നുമില്ലാത്തൊരു പൊടി, ആ പൊടി ചെറുതായിട്ടൊന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കുമ്പോഴേക്കും താരൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ, ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ മകളായിട്ട് കാണണ്ട, നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതാണ് എന്നെ, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിലേ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മകളുമില്ല കൊച്ചുമകളുമില്ല, നിങ്ങൾ ഓർത്തോ, നിങ്ങളെ കൊണ്ടൊക്കെ ഒന്നിനും കൊള്ളൂല, അതൊക്കെ എന്റെ വളർത്തമ്മ, ഞാൻ എന്തു പറഞ്ഞാലും അതനുസരിക്കും, നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ വയ്യല്ലേ, എനിക്ക് വേണ്ടി കല്യാണിനെ കൊന്ന് ജയിലിൽ കിടക്കാൻ പോലും നിങ്ങൾക്ക് വയ്യല്ലേ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അതൊന്നും ചെയ്തില്ലെങ്കിലേ പിന്നെ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇവിടെ തീരും എന്ന് പറഞ്ഞിട്ട് സരയു നേരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ സരയുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായി മോളെ ചോദിക്കുമ്പോ, അവരോട് ഞാൻ എന്റെ ആവശ്യം വേണ്ടിണ്ട് ആ താര എടുത്ത്, താര അത് ചെയ്യോ, എനിക്കറിയില്ല അവര് ചെയ്യോന്ന്, ചിലപ്പോ ചെയ്യുമായിരിക്കും, എന്തൊക്കെ പറയാലും വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ മകളല്ലേ നീ പറഞ്ഞ ചിലപ്പോ അവൾ അനുസരിക്കാതിരിക്കൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടും ചെയ്യണം മോളെ. ഇന്ന് തന്നെ ഞാൻ ആ കല്യാണിനെ കൊല്ലാൻ പോയതാ, മുകളിൽ നിന്നിട്ട് ഒട്ട് തള്ളിയിട്ട്, മോളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്ങനെയൊക്കെ ചെയ്താൽ കിരണിന് സംശയം ഉണ്ടാവും, പിന്നെ ഒരിക്കലും നിനക്ക് കിരണിനെ കിട്ടാൻ പോകുന്നില്ല, കിട്ടണ്ട, എനിക്ക് കിരണിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കല്യാണിട്ട് ഒരുമിച്ച് ചെയ്യുന്ന കിരണിനെ എനിക്ക് കാണാൻ വയ്യ. പിന്നെ വേറൊരു കാര്യം, അഥവാ ഞാൻ അവളെ കൊല്ലുവാണെന്നുണ്ടെങ്കിൽ തന്നെ ആർക്കും സംശയമില്ലെങ്കിൽ 2-3 വർഷം അവൻ ചിലപ്പോ വിഷമിച്ചിരിക്കട്ടെ, അതിനുശേഷം കല്ലുമോനും കൺമണി മോൾക്കും ഒരു അച്ഛനും അമ്മയും വേണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമല്ലോ, അപ്പൊ എനിക്ക് ഒന്നിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട്, മോളെ നീ എന്താ ചെയ്തോ, അവസാനം നീയും കിരൺ ഒന്നിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൂടെ തന്നെ നിന്ന് ചെയ്തു തരാം എന്ന് ഷാരി പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.